اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള ഉലമാക്കൾ, സാദാത്തുക്കൾ, വയാ അഹ്ബാബ റസൂലില്ലാഹ്, സ്വലാത്തിൻ്റെ മജ്ലിസ്, ദുആഇൻ്റെ മജ്ലിസ്, സാദാത്തുക്കളുടെയും ഉലമാഇൻ്റെയും അഹ്ബാബുകളുടെയും സാന്നിധ്യത്തിൽ പുണ്യം നേടാൻ, അള്ളാഹുവിനോട് തേടാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, പ്രശ്നങ്ങളുടെ കെട്ടഴിച്ചു വെക്കാൻ വന്നിട്ടുള്ളവരാണ് ഇവിടെ കാണുന്ന ഈ മഹാജനസംഖ്യ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ, ശിഫ നൽകട്ടെ, ആഫിയത്ത് തരട്ടെ, കടങ്ങൾ വീട്ടി തരട്ടെ, പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. ഞാനൊരൽപ്പം വൈകിപ്പോയതാണ്, നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. വഴിയിൽ തിരക്കും വളഞ്ഞു തിരിഞ്ഞ റോഡുകളും പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തതുകൊണ്ട് എല്ലാ സ്ഥലത്തും റോഡിൻ്റെ പണിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വൈകിപ്പോയത്. അൽഹംദുലില്ലാ. ഇനി ബഹുമാന്യരായ സയ്യിദ് അവറുകൾ എത്തിച്ചേർന്നാൽ ഉടനെ സ്വലാത്തും ദുആയും നടക്കും. ഏറ്റവും കൂടുതൽ ദുആ ആവശ്യമുള്ള ഒരു സമയമാണ് എന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പരീക്ഷണങ്ങൾ മുഅ്മിനിൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും. മുഅ്മിനിന് ഒരു കാലത്തും പേടിക്കേണ്ടതില്ല. പേടിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പേടിക്കാതിരുന്നിട്ട് സംഭവിക്കാതിരിക്കുന്നും ഇല്ല. അല്ലാഹു തആല കണക്കാക്കിയതെന്തും സംഭവിക്കും. അവൻ നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് ഭക്ഷണം ലഭിക്കും. അതുകൊണ്ട് എപ്പോൾ കിട്ടും, എവിടെ കിട്ടും ഭക്ഷണം എന്ന് ഒരിക്കലും മനുഷ്യൻ ബേജാറാകേണ്ട കാര്യം ഇല്ല. എവിടെ മരിക്കും എന്ന കാര്യത്തിലും സംശയിക്കേണ്ടതില്ല. അത് നിശ്ചയിച്ച സ്ഥലത്ത് ആ സമയത്ത് നടന്നുകൊള്ളും. ഈമാൻ സംരക്ഷിക്കപ്പെടണം. ഈമാനോട് മരിക്കണം. ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും. അല്ലാഹുവാണ് ആ വിശ്വാസം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. ആ ഈമാൻ സൂക്ഷിക്കണം. അത് കാത്തു സൂക്ഷിക്കുന്നത്, ഇവിടെ നോക്കിയാൽ കാല് നോക്കാനാ പറഞ്ഞത്, ബേക്കോട്ടെ നോക്കണം. ഈമാൻ കാത്തു സൂക്ഷിക്കുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം സംരക്ഷിക്കാൻ പറ്റിയ രൂപത്തിലുള്ള മാംസളമായ മൃദുലമായ പേശികൾ കൊണ്ടാണ് ഹൃദയം പടച്ചിരിക്കുന്നത്. കാരണം ഒരു കാര്യപ്പെട്ട വസ്തു സൂക്ഷിക്കുമ്പോൾ, പളുങ്കുപാത്രം സൂക്ഷിക്കുമ്പോൾ അത് നല്ല മിനുസമുള്ള ശീലയിലായിരിക്കണം. പട്ടുപോലോത്ത വസ്ത്രത്തിലും പരുത്തിയിലുമൊക്കെയാണ് മുത്തും മാണിക്യവും ഒക്കെ സൂക്ഷിക്കുന്നത്. എന്നാൽ ആ പരുത്തിയോ അല്ലെങ്കിൽ മുത്തോ സമാനമായ വസ്തുക്കൾ പിന്നെ വെക്കുന്നത് വളരെ ഉറച്ച അലമാറകളിലാണ്. ഇതുപോലെ ആ മൃദുലമായ മാംസളമായ ഹൃദയം അത് സൂക്ഷിക്കുന്നതാകട്ടെ നല്ല വാരിയെല്ലുകൊണ്ട് ഗ്രിൽസിന്റെ വലിയ ചട്ടക്കൂടുണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഹൃദയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഈമാൻ കാത്തു സൂക്ഷിക്കണം. ആ ഹൃദയം ശരീരത്തിൽ, ആത്മാവിന്റെ പ്രഭവ കേന്ദ്രമായ ഹൃദയത്തിൽ നിന്ന് അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തധമനികളിലൂടെ, ഞാടി നരമ്പുകളിലൂടെ
സിരകളിലൂടെ ഒഴുകി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരും. അങ്ങനെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുകയും വേണം. പാട്ടപ്പിരിവ് നടക്കേണ്ട എല്ലാവരും നല്ലോണം സഹായിക്കണം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതെത്തണം. മുന്നേ നടക്കുന്ന ശൈത്താൻ ഉണ്ട്. ശൈത്താന്റെ സഞ്ചാരപഥം ഏതാണ്? ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. രക്തം എവിടെയെല്ലാമാണോ സഞ്ചരിക്കുന്നത് ആ പാതകളിലൂടെയാണ് ശൈത്താൻ സഞ്ചരിക്കുക. എന്നാൽ ശൈത്താനെ ആ നരമ്പുകളിൽ നിന്ന് പുറത്താക്കണം എങ്കിൽ ആ നരമ്പുകളിലൂടെ ദിക്ർ സ്വലാത്തുകൾ സഞ്ചരിക്കണം. ദിക്ർ കൊണ്ട് ശൈത്താനെ അടിച്ച് ഓടിക്കണം. ദിക്ർ കൊണ്ട് മാത്രമേ ഹൃദയത്തിന് സന്തുലിതാവസ്ഥ ലഭിക്കുകയുള്ളൂ, ശാന്തി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഹൃദയം പിടച്ചുകൊണ്ടിരിക്കും, ഹൃദയം ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും, ഭയപ്പെട്ടുകൊണ്ടിരിക്കും. പേടിയും ആശങ്കയും വരുന്ന മനുഷ്യന്റെ ഹൃദയം പിടച്ചുകൊണ്ടിരിക്കും. പേടിയും ആശങ്കയും ഇല്ലാത്ത ഹൃദയമാണ് ശാന്തമായ ഹൃദയം എന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ കൊണ്ട് മാത്രമേ ഹൃദയം ശാന്തമാവുകയുള്ളൂ. ഔലിയാക്കന്മാർ അവർ ഹൃദയം ശാന്തമായവരാണ്. ഹൃദയം ശാന്തമായവരുടെ അവസ്ഥ എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം, യാതൊരു പേടിയും അവർക്കില്ല. പൗരത്വം നഷ്ടപ്പെടുമോ എന്ന പേടിയില്ല, റേഷൻ കാർഡ് കിട്ടുമോ എന്ന പേടിയില്ല, ഭക്ഷണം മുടങ്ങിപ്പോകുമോ എന്ന പേടി അവർക്കില്ല, സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതാകുമോ എന്ന പേടിയില്ല. യാതൊരു നിലക്കും ഉള്ള പേടി അവർക്ക് ഉണ്ടാവുകയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കഴിഞ്ഞ എന്തെങ്കിലും വിഷയത്തിൽ അവർക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവുകയില്ല. പേടിയും ഇല്ല, ദുഃഖവും ഇല്ല. അങ്ങനത്തെ മനസ്സാണ് ഹാർട്ട് അറ്റാക്ക് വരാത്ത മനസ്സ്. ആ മനസ്സ് ശാന്തമായ മനസ്സായിരിക്കും. ആ ശാന്തി ലഭിക്കുന്നത് എപ്പോഴാണ്? അല്ലാഹ്. എന്ത് വിഷയം മുന്നിൽ വരുമ്പോഴും അല്ലാഹ്, അല്ലാഹുവാണ് എന്നെ പടച്ചവൻ, അല്ലാഹുവാണ് ഭക്ഷണം തരുന്നവൻ, അല്ലാഹുവാണ് വെള്ളം തരുന്നവൻ, അല്ലാഹുവാണ് കുട്ടികളെ തരുന്നവൻ, അല്ലാഹുവാണ് ഭൂമി തരുന്നവൻ, അല്ലാഹുവാണ് വീട് തരുന്നവൻ, അല്ലാഹുവാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം തരുന്നവൻ. ആരാണ് പൗരത്വം തരുന്നത്? പറയൂ. ഭക്ഷണം തരുന്നത് ആരാണ്? വെള്ളം തരുന്നത് ആരാണ്? സംരക്ഷണം തരുന്നത് ആരാണ്? മരിപ്പിക്കുന്നത് ആരാണ്? ജീവിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹ്. ഉറക്കെ പറയൂ, അല്ലാഹുവാണ്. ഇത് പറയുന്ന മനുഷ്യന് ആ ഒരു ദിക്ർ രക്തത്തിലൂടെ ഒഴുകുന്ന മനുഷ്യനിൽ പിശാചു വരില്ല. പിന്നെ ആരെയാണ് പേടിക്കുന്നത്? അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യന് പേടിയില്ലാത്തത്. ഒന്നിനെയും പേടിക്കേണ്ടതില്ല. ആരെങ്കിലും വരുമോ? ബോംബ് പൊട്ടിക്കുമോ? വടിവാളുമായി വരുമോ? വീടിന് തീ വയ്ക്കുമോ? മസ്ജിദ് കത്തിക്കുമോ? അങ്ങനത്തെ ഒരു പേടിയും ഇല്ല. ആർക്കെങ്കിലും പേടിയുണ്ടോ? പേടിയുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. പേടിയില്ലാത്തവര് കൈവക്ക്. ഒരൊറ്റ കുട്ടിക്കും പേടിയുണ്ടാകാൻ പറ്റില്ല. കാരണം നമ്മളെ അല്ലാഹുവാണ് പടച്ചത്. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോ എന്താണ് മുഅ്മിൻ ചെയ്യുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന സ്വഭാവം ഇവിടെ ഉണ്ടാകും. അത് അല്ലാഹു തആല മുഅ്മിനെ പരീക്ഷിക്കുകയാണ്. മുഅ്മിൻ ഇതെല്ലാം വളമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. സ്വത്ത് സന്താനങ്ങളുടെ നഷ്ടം കൊണ്ട്, കാലാവസ്ഥ വ്യതിയാനം കൊണ്ട്, ഭൂമി കുലുക്കം കൊണ്ട്, ആകാശം പൊട്ടി വീഴൽ കൊണ്ട്, പലതുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും.
ഇടിവെട്ടി സ്വത്ത് നശിച്ചു പോകും, കൃഷി ഉണങ്ങിപ്പോകും, വെള്ളപ്പൊക്കം വന്നിട്ട് നശിക്കും. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, പേടിപ്പെടുത്തലുകൾ ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ആർക്കാണ് സന്തോഷം? പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നവർക്ക് സന്തോഷമാണ്. ഖുർആൻ പറയുന്നു, അവർക്ക് ഹാപ്പിയാണ്. സന്തോഷം വരുന്നവരുടെ അവസ്ഥ എന്താണ്? അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വി ആർ വെരി സ്ട്രോങ്. ഞങ്ങൾ നല്ല സ്ട്രോങ് ആണ്. കാരണം ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകാനും ഇല്ല. അവൻ തന്നതൊക്കെ വാങ്ങിവെക്കും. അവൻ എന്തു കൊണ്ടുപോയാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയാൻ കഴിയാം. എന്താണ് സുഹൃത്തെ വർത്തമാനം ചോദിച്ചാൽ എന്താ പറയാ? എന്താ പറയാ? ഉറക്കെ പറയോ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറയുന്നൊരു മനസ്സുണ്ടായാൽ പിന്നെ പുറം വേദന ഉണ്ടാവുകയില്ല, ഊരവേദന ഉണ്ടാവുകയില്ല, കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. വേദനകളെല്ലാം വരുന്നത് ഈ മടക്കുകളിലും നരമ്പുകളുടെ ഉള്ളിൽ പിശാച് വന്നിരിക്കുമ്പോഴാണ്. പിശാച് അവിടെ കയറിയിരുന്നാൽ രക്തം ശരിക്കും ഓടൂല. രക്തം ഓടാതിരുന്ന് അവിടെ തടഞ്ഞു വെക്കപ്പെട്ടാൽ അവിടെ വേദനയുണ്ടാകും. അപ്പൊ വേദനയുണ്ടാകുമ്പോ എന്തു ചെയ്യണം? ആ രക്തത്തെ തുറന്നു വിടണം, പിശാചിനെ ഒഴിവാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ് പറയൂ, അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയ്യിൽ അദീം. ഈ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ ആ ശൈത്താൻ ഓടിപ്പോകും, വേദന മാറും. കോഴിക്കോട്ടെ വലിയ ആശുപത്രിയിൽ നരമ്പിന്റെ ഡോക്ടറുണ്ട്. അറിയപ്പെട്ടൊരു മുജാഹിദിന്റെ കുടുംബമാണ്. ഇദ്ദേഹം ഏതാണെന്ന് എനിക്കറിയില്ല. വിമാനത്തിൽ ഒരു ഇങ്ങനെ അടുത്ത സീറ്റിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് വേദന മാറ്റാൻ കഴിയും എന്ന് പറയുന്നുണ്ട്, അത് ശരിയല്ലല്ലോ. അത് ശരിയാണ്, ഡോക്ടർ പറയാ, അത് ശരിയാണ്. കാരണം നരമ്പുകളിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് വേദന വരുന്നത്. മെഡിറ്റേഷൻ ചെയ്താൽ അതങ്ങ് പോകും, അപ്പൊ തുറക്കും, വേദന മാറും. അപ്പൊ അത് തന്നെയല്ലേ ഈ ദിക്ർ ചൊല്ലിയാൽ വേദന മാറും എന്ന് അത് ശരി തന്നെയാണ്, അത് ശരി തന്നെയാണ്, ദിക്ർ ചൊല്ലിയാൽ വേദന മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. ദിക്ർ ചൊല്ലുമ്പോൾ ശൈത്താൻ അങ്ങ് പോകും, അപ്പൊ വേദന മാറും. സന്തോഷമുള്ള ഒരാൾക്ക് വേദന ഉണ്ടാവുകയില്ല. പകയും വിദ്വേഷവും എന്തെങ്കിലും ആരെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടുള്ള പക മനസ്സിൽ തന്നെ വെച്ചാൽ ആ പക നമ്മുടെ നരമ്പുകളിൽ കൊഴുപ്പായി മാറും. അപ്പൊ വേദന ഉണ്ടാകും. അപ്പൊ ആർക്കെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ അവർ വേണ്ടത് ഒന്ന് കണ്ണടച്ച് കുറച്ച് സമയം ഇരുന്ന് എനിക്കാരോടെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് ആ ദേഷ്യം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ വേറൊരാൾ വരും കണ്ണിലേക്ക്, ആ ചെറുപ്പത്തിൽ കോട്ടി കളിക്കുമ്പോൾ കോട്ടിക്കെട്ട് പോയ ആൾ, അവനോടൊരു ദേഷ്യമുണ്ട്, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. മദ്രസയിൽ പോകുന്ന സമയത്ത് മഴ വരുമ്പോൾ കുടയിൽ നിർത്താത്ത ഒരാളുണ്ട്,
ഞാൻ അവനോട് പുറത്തു കൊടുത്തിരിക്കുന്നു. അങ്ങനെ ആരോടൊക്കെ ദേഷ്യമുണ്ടോ അവർക്കെല്ലാം മാപ്പ് കൊടുക്കുക. ചിലര് മരിച്ചു പോയിട്ടുണ്ടാകും. അപ്പൊ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റും ചൊല്ലി ഇരുന്ന് മുറാഖബ ചെയ്യുക. കണ്ണടച്ചങ്ങനെ ഇരുന്ന് ആരോടൊക്കെയാണോ എനിക്ക് ദേഷ്യമുള്ളത് അവനെല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഓരോരുത്തർക്കും പുറത്തു കൊടുക്കുമ്പോൾ ഓരോ നരമ്പുകളും തുറന്നു വരികയും വേദനകൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ നാം വരുത്തി വെക്കുന്ന പിശാചിന്റെ പ്രസൻസാണ് ഈ വേദനകളും അവലാദികളും എല്ലാം ഉണ്ടായിത്തീരുന്നത്. കടുത്ത വിദ്വേഷവും പകയുമായി നടന്നാൽ ആ ബ്ലോക്ക് ശക്തിയായിട്ട് ഹൃദയം തന്നെ ബ്ലോക്കായി പോകും. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ വീഴുന്നത് കാണാം. ആരെങ്കിലും എടുത്തുകൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ ഇങ്ങനെ നരമ്പിൻ്റെ ഉള്ളിലൂടെ പമ്പ് കയറ്റിയിട്ട് ബ്ലോക്ക് തുറക്കും. ബ്ലോക്ക് തുറക്കാൻ അതിൻ്റെ ആവശ്യം ഇല്ല, നമ്മൾ നേരത്തെ തുറന്നു വെച്ചാൽ മതി. ബ്ലോക്ക് തുറക്കാനുള്ള വഴി എന്താണ്? ലികുല്ലി ഷൈഇൻ സഖാല വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. ഏതൊരു വസ്തുവിനും തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കും, കേടുവന്നുകൊണ്ടിരിക്കും, അഴുക്ക് പുരളും. അഴുക്കിനെ ശുദ്ധിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വസ്ത്രത്തിൽ അഴുക്ക് വന്നാൽ സോപ്പിട്ടിട്ട് കഴുകും, അല്ലേ? ഈ മൈക്കിന്റെ സ്റ്റാൻഡ് നിക്കൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് പള്ളിയിലൊക്കെ വെച്ച് 6 മാസം കഴിയുമ്പോഴേക്ക് തുരുമ്പ് പിടിക്കും. നമ്മൾ വിചാരിക്കും ഇത് വളരെ മോശ സാധനം. നിക്കലിന് ശുദ്ധിയാക്കാൻ ചെയ്യേണ്ടത് നല്ല കോട്ടൺ തുണി കൊണ്ട് നനക്കാതെ തുടക്കണം. അങ്ങനെ തുടക്കേ വേണ്ടേ, നനക്കരുത്, നനക്കാതെ തുടക്കണം. അതൊരു 15 ദിവസം കൂടുമ്പോൾ തുടച്ചാൽ 10 വർഷം കഴിഞ്ഞാലും തുരുമ്പ് വരില്ല. പക്ഷെ നമ്മൾ ശുദ്ധിയാക്കൂല, അങ്ങനെ ഇട്ടേക്കും. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കും. വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി വളരെ മോശമായ ലെഡും നിക്കലും ക്രോമിയവും ഒക്കെ ഉപയോഗിച്ച് പെയിന്റാണ്, വാഷബിൾ പെയിന്റ് എന്നാ പറയാം. പെയിന്റ് അടിച്ചാൽ അങ്ങനെ തന്നെ ഇടും, പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും പെയിന്റ് അടിക്കും. വാഷബിൾ പെയിന്റ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തേക്ക് പിന്നെ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. 6 മാസം കൂടുമ്പോൾ കഴുകണം. അത് നമ്മൾ ഒരിക്കലും ചെയ്യൂല. അപ്പൊ കഴുകിയാൽ ശുദ്ധിയാകും. ചിലത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം, ചിലത് മണ്ണെണ്ണയും പെട്രോളും ഉപയോഗിച്ച് തുടക്കണം, ചിലത് നല്ല കോട്ടൺ തുണി കൊണ്ട് തുടക്കണം. അങ്ങനെ പല വസ്തുക്കളും ഉണ്ട്. ഓരോന്നും ശുദ്ധീകരിക്കാൻ പലതരത്തിലുള്ള മാർഗങ്ങളാണ്. കരിഞ്ജീരകം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? അത് പാല് കാച്ചിയിട്ട് അതിന്റെ ആവി കടത്തിവിടണം കരിഞ്ജീരകത്തിന്റെ ഉള്ളിലൂടെ, അപ്പൊ അത് ശുദ്ധിയാകും. ഉലുവ ശുദ്ധിയാക്കുന്നത് എങ്ങനെയാണ്? അത് വെള്ളത്തിൽ കുതിർത്തു വെച്ച് വീർത്തതിനു ശേഷം വെയിലത്ത് വെച്ച് ഉണക്കണം. അങ്ങനെയാണ് അത് ശുദ്ധിയാക്കുക. കാഞ്ഞിരക്കുരു എങ്ങനെയാണ് ശുദ്ധിയാക്കുന്നത്? അത് നല്ല പാലിലിട്ട് തിളപ്പിച്ച് ഒഴിക്കണം, പിന്നെയും പാലൊഴിച്ച് പിന്നെയും ഒഴിക്കണം. അങ്ങനെ 6 പ്രാവശ്യം തിളപ്പിച്ചിട്ട് പാലൊഴിവാക്കണം. അപ്പോഴേ കാഞ്ഞിരക്കുരു ശുദ്ധിയാവുകയുള്ളൂ. മരുന്ന് ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എല്ലാം ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കാതെ ആ മരുന്ന് ഉപയോഗിച്ചാൽ മരുന്ന് രോഗമായി മാറും. കരിഞ്ജീരകമായി കൊണ്ടുപോയിട്ട് അങ്ങനെ അങ്ങോട്ട് തിന്നാൽ അത് രോഗമായി മാറും. എല്ലാ വസ്തുക്കൾക്കും ശുദ്ധീകരണം ഉണ്ട്. ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന വസ്തു എന്താണ്? ദിക്റുല്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റാണ്. അല്ലാഹുവിനെ ദിക്ർ ചെയ്താൽ ഹൃദയം ശുദ്ധിയാകും. يرنحني إليك الشوق حتى أميل من اليمين إلى الشمال كما مال المعاقر عبدته حمي الكأس حالا بعد حالي. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന മനുഷ്യന്മാർ ദിക്ർ ചെയ്ത് ആ ദിക്റവന്റെ നരമ്പുകളിലൂടെ നിറഞ്ഞു ഓടിയിട്ട് രക്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന
ഹൃദയത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ദിക്ർ അവന്റെ നാവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാവ് പച്ചയായിക്കൊണ്ടിരിക്കുന്നു ദിക്ർ കൊണ്ട്. അങ്ങനത്തെ മനുഷ്യന്റെ ഹൃദയം എപ്പോഴും ശാന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ശാന്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നാവ് പച്ചയായിരിക്കണം. ദിക്ർ ചൊല്ലി ചൊല്ലിയിട്ട് കാണുന്നവൻ എന്നെപ്പറ്റി ഇവൻ ഭ്രാന്തനാണ് എന്ന് പറയുന്ന അതുവരെ നീ ദിക്ർ ചൊല്ലിക്കോ. ഹത്താ യുഖാല ഇന്നക ലമജ്നൂൻ. എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഭ്രാന്തനാണ് എന്ന് പറയും ചിലപ്പോ. എന്നാലും ദിക്ർ ഒഴിവാക്കണ്ട. നാവ് കൊണ്ട് ചൊല്ലി ചൊല്ലി നാവ് പച്ചയായിരുന്നാൽ ആ ദിക്ർ ഹൃദയത്തിലേക്ക് വരും. പിന്നെ നാവ് കൊണ്ട് വർത്തമാനം പറയുമ്പോഴും ഹൃദയം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് മനുഷ്യൻ. അപ്പൊ അവന് ശ്വാസം അയച്ചാൽ എന്ത് ശ്വാസം വലിച്ചാലും അതിലൂടെ ഹാ ഹൂ ഹ്വാ ഹൂ എന്നുള്ള ശബ്ദം വന്നുകൊണ്ടേയിരിക്കും. അതാണ് യാഹുവാസനം എന്ന് പറയുന്നത്. യാഹൂ യാഹൂ. ചിലര് യോഗാസനം എന്നാ പറയാ, അക്ഷരം തെറ്റിപ്പോയിട്ട്. യാഹുവാസനം, യാഹൂ എന്ന് പറഞ്ഞ് ദിക്ർ ഇങ്ങനെ ശരീരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അത് വന്നാൽ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും വേറെ പണിയെടുക്കുമ്പോഴൊക്കെ ദിക്ർ തന്നെയായിരിക്കും. അവരുടെ നെഞ്ചിൽ കൈവച്ച് നോക്കിയാൽ ഹാ ഹൂ ഹി ഹയ്യുൻ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കാണാം. നഖ്ശ്ബന്ദ് എന്ന് പറഞ്ഞിട്ട് ഹാജാ ബഹാഉദ്ദീൻ നഖ്ശ്ബന്ദി റളിയല്ലാഹു അൻഹു അവരുടെ സിലബസ് അനുസരിച്ച് ദിക്ർ പഠിച്ച ആളുകൾക്ക് ഹൃദയത്തിൽ മാത്രം ഇങ്ങനെ ദിക്ർ ചൊല്ലും. അവരുടെ ദിക്റിന്റെ മജ്‌ലിസിൽ പോയാൽ നല്ല രസമാണ്. ചൊല്ലിക്കൊടുക്കുന്ന ആള് സ്വലവാത്ത് എന്ന് പറയും, പിന്നെ മിണ്ടൂല. കുറച്ച് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, പിന്നെ ആരും മിണ്ടൂല. എല്ലാവരും മിണ്ടാതെ എങ്ങനെ ഇരിക്കും? മിണ്ടാത്ത ദിക്റാണത്, മൗന ദിക്ർ. അപ്പൊ നമ്മൾ ദിക്റുകൾ മനസ്സുകൊണ്ട് ചൊല്ലി, മനസ്സ് മാത്രം ദിക്ർ ചൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം. അത് നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലി 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 അങ്ങനെ പോയാൽ അതായി മാറും. കിടന്നുറങ്ങുമ്പോൾ ദിക്റിലായി ഉറങ്ങണം. ദിക്റിലായി ഉറങ്ങിയാൽ സുബ്ഹി വരെ ദിക്ർ ശരീരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഉറക്കത്ത് മരിച്ചുപോയാൽ ദാക്കിറായി മരിക്കും.